ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ പൊന്നു മോളുടെ ആദ്യത്തെ നക്ഷത്ര പിറന്നാളാണ് ഇന്നത്തെ ദിവസം. അപ്പം രാവിലെ തന്നെ നമ്മൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കാമെന്ന് കരുതി. അതായത് ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ മോളുടെ ബർത്ത്ഡേ അല്ല, പക്ഷേ നക്ഷത്രം വെച്ചിട്ട് ഇന്നാണ് മോളുടെ നക്ഷത്ര പിറന്നാൾ. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇന്നത്തെ ദിവസമാണ് നമ്മൾ പിറന്നാളായിട്ട് ആഘോഷിക്കാറ്. ഏട്ടൻ്റെ വീട്ടിലൊക്കെ ഡേറ്റ് ആണ്. അപ്പം നമ്മൾ എന്തായാലും അമ്പലത്തിൽ രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ എത്ര പെട്ടെന്നല്ലേ ഈ ദിവസങ്ങളൊക്കെ പോകുന്നത്. ഒരു വർഷമായി നമ്മളെ മോളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മൂന്നാളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അമ്മക്കൊക്കെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് വേറെ ആരും വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ മൂന്നാളും കൂടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പുക്കിയാരത്ത് അമ്പലത്തിലേക്കാണ് ആദ്യം തന്നെ പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കഴിഞ്ഞാലും ആദ്യം വന്ന് പ്രാർത്ഥിക്കുന്നത് ഇതാണ് നമ്മുടെ പുക്കിയാരത്ത് അമ്പലം, ഇവിടെയാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമ്മുടെ മോളുടെ പിറന്നാൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 പേരും കൂടിയിട്ട് ഇവിടത്തേക്ക് അമ്പലത്തിലേക്ക് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളി ശാന്ത സ്വരൂപത്തിലിരിക്കുന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഈ വഴിയെ പോയി കഴിഞ്ഞാൽ കുളമാണ് ഈ അമ്പലത്തിലെ. അപ്പോൾ ഇവിടെയൊക്കെ മഴയൊക്കെയല്ലേ, നല്ല രീതിയിൽ കാട് മൂടിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ. അങ്ങനെ മഴ സമയമായതുകൊണ്ട് ആരും ഇങ്ങനെ കുളിക്കാനൊന്നും പോകാറില്ല. നമ്മൾ ഈ അമ്പലത്തിലെ ദേവീനെ പുക്കിയാരത്ത് അച്ചമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച ഏട്ടനാണെങ്കിൽ മോളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ ഫുള്ളൊന്നിങ്ങനെ നടക്കുന്നുണ്ട്. ആൾ നല്ല ഫ്ലഫി കുപ്പായിലിട്ടിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഉള്ളത്. കാരണം ഇങ്ങനത്തെ ഡ്രസ്സൊന്നും മോൾ അധികം ഇടാറില്ല. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ, അതെ നക്ഷത്ര പിറന്നാളായതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോയിട്ടുണ്ടായത് നമ്മുടെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ മോളുടെ നക്ഷത്ര പിറന്നാളായ ദിവസം അരിയും പച്ചക്കറിയും കൊടുക്കാനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് വന്നത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോള് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ വീഡിയോ ക്ലിപ്പിംഗ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയ സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചോറും സാമ്പാറും എലിശ്ശേരി കറിയും അച്ചാറൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്, വീഡിയോ എടുത്തത് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്. കണ്ണൂരുകാർക്കൊക്കെ അറിയുന്ന അമ്പലം തന്നെയാണ്, ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ വീട് ഇരുണാവിൽ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ, അവിടെ നിന്ന് ഇരുണാവുന്ന ഇവിടെ നമ്മുടെ ചെറുകുന്നമ്പലത്തിൽ വന്നതൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ വരുന്നത്. അതിലിടയ്ക്ക് ഏട്ടന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു ആധാറിൻ്റെയൊക്കെ. അപ്പോൾ അതെടുക്കാൻ വഴിയിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മമ്മയാണെങ്കിൽ മോളെ കണ്ടത് പിന്നെ മോളെ കൂടെ തന്നെയായിരുന്നു, ഭക്ഷണം പോലും കഴിക്കാതെ മോളെ എടുത്ത് നടക്കുന്നുണ്ട്. കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് സദ്യയായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലാണ് നക്ഷത്ര പിറന്നാൾ ആഘോഷിക്കാറ്. അപ്പോൾ അവിടെ സദ്യയാക്കി നമ്മൾ രാത്രി എവിടെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ, താങ്ക് യു.